പഞ്ചായത്തിലേക്ക് കടക്കരുതെന്നുള്ള ഉപാധികളോടാണ് നമുക്ക് ജാമ്യം കിട്ടിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ടുകൊണ്ടായിരുന്നു പറഞ്ഞവനോട് ഞാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാറുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ചിട്ട്, നീതി നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനെ കുറിച്ച്, ഇല്ലാത്ത കേസിൽ അകപ്പെട്ട് ജയിലിൽ കിടന്ന ഒരു സാധാരണക്കാരനെ കുറിച്ച്, ബാലുശ്ശേരിയിലുള്ള മമ്മദിനെ കുറിച്ചിട്ട്. മാതൃഭൂമിയിൽ വന്ന ഈ അഭിമുഖം ഞാനിങ്ങനെ കാണരുന്നു. പടച്ചോനെ, എന്തുമാത്രം ദുരിതവും നാണക്കേടും ഒറ്റപ്പെടലും അനുഭവിച്ചിട്ടുണ്ടാവും ബാലുശ്ശേരിയിലുള്ള മമ്മദ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ ഒരു വ്യാജ കേസിനാണ് ഇയാൾ പിടിയിലായത്. അതും ഒരു വ്യാജ പോക്സോ കേസ്, അയൽവാസിയായ ഒരു കുട്ടിയോട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് മുൻപ് ഇയാളെ പിടിച്ച് ജയിലിലിട്ടു. ഒരു 80-80 ദിവസം ഇയാൾ ജയിലിൽ കിടന്നു. ഇയാൾ പറയണം, എനിക്കറിയില്ല എന്തിനാണ്. അത് കഴിഞ്ഞ് വന്ന് ഇയാൾക്ക് ജാമ്യം കിട്ടിയിട്ട് വന്ന സമയത്ത് ഇയാൾക്ക് ആ പഞ്ചായത്തിലേക്ക് കയറാൻ പാടില്ല അത്ര. ഈ അഭിമുഖം നിങ്ങൾ കണ്ടുനോക്ക്. പഞ്ചായത്തിലേക്ക് കടക്കരുതെന്നുള്ള ഉപാധികളോടാണ് നമുക്ക് ജാമ്യം കിട്ടിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ടുകൊണ്ടായിരുന്നു പറഞ്ഞവനോട് ഞാൻ. ഈ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടൂലല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ, അതൊക്കെ തിരിച്ചെടുക്കാനായി എന്തെങ്കിലും സഹായം എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിന് പകരം വെക്കാനാവുമോ? ഇല്ലല്ലോ. കൊണ്ടുപോയത് എന്തിനാണെന്നൊന്നും അറിയില്ല. ജയിലെത്തി 2 ദിവസം കഴിഞ്ഞിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല എന്താ എവിടെയാണ് കിടക്കുന്നത്, എന്താ ലെവല് തെറ്റിപ്പോയിക്കല്ലോ. അവിടെ ജയിലിലൊരു മേശിരിണ്ട്, അയാൾ പറഞ്ഞു നമ്മളെല്ലാം റിമാൻഡ് പ്രതികളാണ്, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാണ്ടിരുന്നിട്ടോ കുളിക്കാണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഇങ്ങനെ ധരിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. 14 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ജാമ്യം കിട്ടും, അതുകൊണ്ട് ഭക്ഷണം എല്ലാം കഴിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളൊരു ആശ്വസിപ്പിച്ച അയാൾ. അങ്ങനെ പിന്നെ സമയത്തിന് ഭക്ഷണം വിളിക്കുമ്പോൾ ഭക്ഷണത്തിന് പോകും, അത് വാങ്ങി കഴിക്കും, കുളിച്ച് അവിടെ എവിടെയെങ്കിലും ഇരിക്കും. അത് തന്നെ ഇത്രയും ദിവസം അതിൻ്റെ ഉള്ളിൽ കുത്തിനിട്ടൊരു പ്രത്യേക ആളായിരുന്നു ഞാൻ. 83ാമത്തെ ദിവസമാണ് ജാമ്യം കിട്ടിയത്. എന്നിട്ട് ഞാൻ അവിടെ നിന്നൊരു പോലീസിൻ്റെ സഹായത്തോടെ ഞാൻ ഇറങ്ങി. കുറേ സ്റ്റെപ്പ് ഇറങ്ങണം, ജയിലിൻ്റെ മുകളിൽ കുറേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അത്രയും സ്റ്റെപ്പ് കയറണം മേലോട്ട് വരണമെങ്കിൽ. അതൊക്കെ ഒരു പോലീസിൻ്റെ സഹായത്തോടെ കൂടി എന്നെ പോലെ ഓഫീസിലെത്തിച്ച് അവിടെ ഞാൻ ഒപ്പിട്ട് കൊടുത്ത്. എന്നിട്ട് പിന്നെ പുറത്തിറക്കിയപ്പോൾ എൻ്റെ ഭാര്യൻ്റെ ആങ്ങള ഒരു വണ്ടിയായിട്ട് വന്ന് അതിൽ കയറി അവിടെ കിടന്നു. അതിൽ വണ്ടിയിൽ കുറച്ച് ഇങ്ങോട്ട് എത്തിയതിൻ്റെ ശേഷം പറഞ്ഞു നമുക്ക് പൂനത്തേക്ക് പോകാൻ പറ്റില്ല, സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, പിന്നെ പഞ്ചായത്തിലേക്ക് കടക്കരുതെന്നുള്ള ഉപാധികളോടാണ് നമുക്ക് ജാമ്യം കിട്ടിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ടുകൊണ്ടായിരുന്നു പറഞ്ഞവനോട് ഞാൻ. എന്നോട് പറഞ്ഞ എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് പെങ്ങളെ വീട്ടിൽ കൊണ്ട് ചാക്കി പൂനൂർ 3 ദിവസം അവിടെ നിന്നു. അവിടെ പിന്നെ പെങ്ങളെ മോള് പ്രസവിക്കാൻ അതിനെക്കൊണ്ട് ആൾക്കാരിങ്ങനെ വരികയും അവർക്ക് ആശുപത്രിയിൽ പോകാനുള്ളതിനെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറി തന്നെ പിറ്റേന്ന് തന്നെ ഒരു വാടക വീട് കണ്ണാടിപ്പോയിൽ കിട്ടി. പനങ്ങാട് പഞ്ചായത്താണ്. അവിടെ വന്ന് താമസിച്ചു. ഇത്ര 5 മാസം ഞാൻ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ നിരങ്ങി ചുമരെല്ലാം പിടിച്ചിട്ടാണ് ബാത്റൂമിലൊക്കെ പോവുക. എനിക്ക് ശരിക്കും നടക്കാനൊന്നും ആവില്ല, കാലിൻ്റെ വേദന കൊണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊരു 7 മാസം വരെ ഈ ജനൽ കുറച്ച് തുറന്ന് വെക്കും. ആരെങ്കിലും റോഡും കൂടി പോകുന്നത് എനിക്ക് കാണാൻ, എന്നെ ആരും കാണരുത്. ഞാൻ അങ്ങനത്തെ ഒരാളല്ലേ, അങ്ങനത്തെ അതിന് എൻ്റെ അനുഭവം. എവിടെയും പോകുകയാണെങ്കിൽ മൂക്ക് കെട്ടു എന്നിട്ടാ പോവുക. അന്നേരം വണ്ടിയൊന്നും ഓട്ടാനാവില്ല. ഒരു പഴയ ബൈക്ക് ഉണ്ടായിരുന്നു, അത് നോട്ടാനാവില്ലാനും. എവിടെയെങ്കിലും വീകുന്നതിനൊക്കെ വണ്ടിയൊന്നും ഓട്ടല്ലേ. അവിടെ ഒരു 6 മാസം അതിൻ്റെ ഉള്ളിൽ കിടന്ന്. 8-ാം തീയതി കോടതി വിധി പറയുമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ പിന്നെ എൻ്റെ ഫോണും വണ്ടിയും എടുക്കാണ്ട് കോടതിയിൽ പോയി. ഞാൻ കണക്കൂട്ടിയാ, ഞാൻ പോകുന്ന പോക്കാന്നുള്ളത് കണക്കൂട്ടിയതാണ്. 8-ാം തീയതി വിധി പറഞ്ഞില്ല, 22-നേക്ക് മാറ്റി വെച്ചു. 22-ന് ഞാൻ എൻ്റെ ഫോണും കൊണ്ടുപോയില്ല, വണ്ടി എടുത്തില്ല, ബസ്സിന് പോയി. ഞാൻ 30-ാം തീയതിക്ക് മാറ്റി വെച്ചു. അന്ന് കേസ് പെട്ടെന്ന് വിധി വയ്ക്കാൻ വെച്ചു. പ്രതി കുറ്റക്കാരനല്ലാന്ന് കോടതിക്ക് ബോധ്യമായതിൻ്റെ പേരിൽ പ്രതിയെ വെറുതെ വിടുന്നു. ഈ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടൂലല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ, അതൊക്കെ തിരിച്ചെടുക്കാനാണ്. എന്തെങ്കിലും സഹായം എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിന് പകരം വെക്കാനാവുമോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ വേക്ക് തന്നെ നടക്കാൻ എനിക്കിട്ടാവും. ഇന്നത്തെ നബിദിന പരിപാടിയിൽ നമുക്ക് കാസർഗോഡ് നിന്നുള്ള ഒരു മിഥിലാജ്, ഒരു അടിപൊളി പാട്ടുകാരനാണ്. അതിന് മുൻപ് നമ്മുടെ ഈ മത്സരത്തിലേക്ക് വന്നിട്ട് പ്രൈസ് നേടിയ ഒരാളാണ്, സമ്മാനം നേടിയ ഒരാളാണ്. മിഥിലാജിൻ്റെ ഒരു മധുരഗാനം കേൾക്കാം. ഭവിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ, ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വാഴ്ത്തുന്നബി കരീമേ,
സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിന വസാഹിബിൽ മദീന സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിന വസാഹിബിൽ മദീന. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ, ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വാഴ്ത്തും നബി കരീമേ സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിന വസാഹിബിൽ മദീന സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിന വസാഹിബിൽ മദീന. അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും, തിങ്കളിൽ ചന്തവും തങ്ങളല്ലേ. അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിനൊരംശമല്ലേ. അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും, തിങ്കളിൽ ചന്തവും തങ്ങളല്ലേ. അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിനൊരംശമല്ലേ. സ്വർഗത്തിൽ സൗന്ദര്യം പോലും റസൂലിൻ്റെ പരിശുദ്ധിയിൽ നിന്നൊരംശമല്ലേ. സ്വർഗത്തിൽ സൗന്ദര്യം പോലും റസൂലിൻ്റെ പരിശുദ്ധിയിൽ നിന്നൊരംശമല്ലേ. പ്രപഞ്ചത്തിൻ പ്രഭയാകെ കടമെടുത്തല്ലോ ഹബീബേ അങ്ങയിൽ നിന്നും, ഹബീബേ അങ്ങയിൽ നിന്നും. സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിന വസാഹിബിൽ മദീന സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിന വസാഹിബിൽ മദീന. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ, ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വാഴ്ത്തും നബി കരീമേ. അമൂല്യമാണിക്യം മരതകരത്നങ്ങൾ അവിടുത്തെ ശോഭയിൽ ജ്വലിച്ചതല്ലേ. അനേകമാം അർവാഹും അംലാക്കും ജിന്നിൻസും അവിടുത്തെ മുഹബത്തിൽ ലയിച്ചതല്ലേ. അമൂല്യമാം മാണിക്യം മരതകരത്നങ്ങൾ അവിടുത്തെ ശോഭയിൽ ജ്വലിച്ചതല്ലേ. അനേകമാം അർവാഹും അംലാക്കും ജിന്നിൻസും അവിടുത്തെ മുഹബത്തിൽ ലയിച്ചതല്ലേ. ഖൽബിലും ലിസാനിലും ഐനിലും ഫിക്റിലും ഖാത്തിം റസൂലിൻ്റെ സ്മരണയല്ലേ. ഖൽബിലും ലിസാനിലും ഐനിലും ഫിക്റിലും ഖാത്തിം റസൂലിൻ്റെ സ്മരണയല്ലേ. പ്രപഞ്ചത്തിൻ പ്രഭയാകെ കടമെടുത്തല്ലോ ഹബീബേ അങ്ങയിൽ നിന്നും, ഹബീബേ അങ്ങയിൽ നിന്നും. സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിന വസാഹിബിൽ മദീന സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലാ സയ്യിദിന വസാഹിബിൽ മദീന. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ, ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വാഴ്ത്തും നബി കരീമേ. ശുക്രാൻ.
അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയെക്കുറിച്ച് അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.